ദേവിയെ കുടിയിരുത്തിയതിനു ശേഷം ഗണപതിപ്പാട്ടോടുകൂടി ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ദേവിയുടെ കഥകൾ പാടിത്തുടങ്ങുന്നു. ആദ്യമായി ദാരികന്റെ വരപ്രാപ്തിയും ദാരികവധവുമാണ് വിഷയം. എന്നാൽ ചില മുടിപ്പിരകളിൽ ഇവ പാടാറില്ല. ഓരോ തോറ്റൻപാട്ട് ആശാന്മാരുടെയും കീഴ്വഴക്കമനുസരിച്ചാണ് പാട്ട് പാടി വരുന്നത്. അസുരരാജനായ ദാരികൻ തന്റെ ഭാര്യയായ മനോദരിയോടൊത്ത് ഒരു കൊടുങ്കാട്ടിൽ താമസിച്ചു വന്നു. ഒരു ദിവസം ദാരികൻ തന്റെ ഭാര്യയോട് പറഞ്ഞു, എത്ര വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു സാധാരണ ജീവിതം നയിച്ച് മുന്നോട്ടു പോകുന്നു. യാതൊരു വളർച്ചയും യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ. കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ തപസ്സു ചെയ്ത് വരം മേടിച്ചിട്ട് വരാം. മനോദരിയും തന്റെ ഭർത്താവിന്റെ ആഗ്രഹത്തിന് സമ്മതം മൂളി. അങ്ങനെ ദാരികൻ വനത്തിനുള്ളിലെ ഒരു കുളത്തിൽ പോയി മുങ്ങിക്കുളിച്ച് ആവശ്യമുള്ള സാധനങ്ങളും എടുത്തുകൊണ്ട് തന്റെ ഭാര്യയോട് യാത്രയും പറഞ്ഞ് കൈലാസത്തിലേക്ക് യാത്ര തിരിക്കുന്നു. മലയും താഴ്വാരങ്ങളും പടികളും പർവ്വതങ്ങളും നാരായണൻ മലയും ഒക്കെ കടന്ന് കൈലാസത്തിലേക്ക് പോകുന്ന വഴി ഒരു ഭംഗിയുള്ള താമരപ്പൊയ്ക ദാരികൻ കാണുന്നു. ഏതായാലും ക്ഷീണിച്ചു. മഹാദേവനെ കാണുന്നതിന് മുൻപ് ശുദ്ധിയായിട്ട് പോകാമെന്ന് കരുതി കൈകാലുകളും മുഖവും കഴുകി ദാരികൻ ശുദ്ധി വരുത്തി. ഇതൊക്കെ കൈലാസത്തിരുന്ന് മഹാദേവൻ തന്റെ അകക്കണ്ണുകൊണ്ട് അറിയുന്നുണ്ടായിരുന്നു. വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ വന്നാൽ ഞാൻ നോക്കുകയോ കാര്യങ്ങൾ ചോദിക്കുകയോ ഇല്ല. ആ സമയം ദാരികൻ പതുക്കെ കൈലാസത്തിലേക്ക് കയറി. കുളർവട്ടം എന്ന കല്ലിന്റെ മുകളിൽ കയറി നിന്നപ്പോൾ ദാരികൻ മഹാദേവനെ കണ്ടു. ഉടനെ അവിടെ വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് നിന്ന് കൈതൊഴുതു. പക്ഷേ മഹാദേവൻ നോക്കുകയോ വന്ന കാര്യമൊന്നും ചോദിക്കുകയോ ചെയ്തില്ല. ഇതും കണ്ടുകൊണ്ട് ദാരികൻ തപസ്സിനായി പുറപ്പെടുന്നു. താൻ കൊണ്ടുവന്ന ഒരു ഇരുമ്പു സൂചിയെടുത്ത് ശംഖും മണിത്തറയുടെ പുറത്ത് ദാരികൻ കൊണ്ട് നാട്ടി. തന്റെ പെരുവിരൽ മാത്രം സൂചിയിൽ ഊന്നി നിന്നുകൊണ്ട് തപസ് തുടങ്ങി. വീണ്ടും മഹാദേവൻ നോക്കുകയും കേൾക്കുകയും ചെയ്തില്ല. പിന്നെ തപസ്സിന്റെ തീവ്രത കൂട്ടാൻ 7 ചെമ്പു സൂചി എടുത്തു നാട്ടി അതിന്റെ മുകളിൽ കയറി കിടന്നുകൊണ്ട് വീണ്ടും തപസ് തുടർന്നു. അതും നിഷ്ഫലമാണെന്ന് കണ്ട അസുരരാജനായ ദാരികൻ കൈലാസപുരത്തു തന്നെ നിൽക്കുന്ന ഒരു അത്തി അരയാലിൽ വലിഞ്ഞു കയറി പലങ്കൊമ്പത്തെത്തി കീഴുമേലായി കിടന്നുകൊണ്ട് 12 വർഷം അങ്ങനെ അരുന്തപസ് ചെയ്തു. ഈ തപസ് ചെയ്ത് ഇനി കിടന്നാൽ തപസ്സിന്റെ തീവ്രത കൊണ്ട് കൈലാസം എരിപൊരി കൊള്ളുമെന്ന് അകക്കണ്ണാൽ മനസ്സിലാക്കിയ മഹാദേവൻ ദാരികന്റെ മുൻപിൽ എഴുന്നള്ളി വന്നു. എന്തിനാണ് ഇവിടെ വന്ന് തപസ്സു ചെയ്യുന്നതെന്നും ചോദിച്ചു. നടന്ന കാര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം ദാരികൻ ഉണർത്തിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് തപസ്സു നിർത്തി വന്നാൽ വേണ്ടുന്ന വരങ്ങളെല്ലാം തരാമെന്നും പറഞ്ഞു. മഹാദേവൻ തിരിച്ചുപോയി. വീണ്ടും മഹാദേവന്റെ മുൻപിലെത്തിയ ദാരികൻ നമസ്കാരങ്ങളൊക്കെ ചെയ്തു നിന്നപ്പോൾ മഹാദേവൻ പറഞ്ഞു, എന്റെ തിരുമൈ വേല ചെയ്ത് കുറച്ചുകാലം എന്റെ കൂടെ ഇവിടെ നിൽക്കണമെന്ന്. അങ്ങനെ ദാരികൻ ജോലികളും സേവകളും ചെയ്ത് കൈലാസത്തിൽ തന്നെ താമസമായി. അങ്ങനെ ഒരു ദിവസം മഹാദേവൻ ദാരികനെ വിളിച്ചു. തന്റെ കുളിത്തേവാരം നടത്തുവാനും എണ്ണക്കാപ്പ് കൊള്ളുവാനും തനിക്ക് തൃത്താളി വേണം. നീ അത് ഒടിച്ചുകൊണ്ടുവരണം. അങ്ങ് തെക്ക് തെന്മലയിൽ നിന്ന് വേണം കൊണ്ടുവരുവാൻ. അങ്ങനെ ദാരികൻ തൃത്താളി അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി. പോകുന്ന വഴി ദാരികൻ ഒന്ന് ആലോചിച്ചു. ഇനി ഇങ്ങനെ സേവ ചെയ്തുകൊണ്ട് നിന്നാൽ താൻ വന്ന കാര്യമൊന്നും നടക്കില്ല. അതുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് തൃത്താളി കൊടുക്കാതെ കുളിത്തേവാരങ്ങൾ മുടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചു കാലം ആ കാട്ടിൽ ചുറ്റി നടന്നു. തൃത്താളി ഒടിക്കാതെ ഒരു ദിവസം ഓടി വിറച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് തിരിച്ചു മടങ്ങി. ഇതു കണ്ട മഹാദേവനോട് ദാരികൻ കള്ളം പറയുന്നു. തൃത്താഴി ഒടിക്കാൻ പോയ ഇടത്ത് ആ മലയിൽ പലതരം ദുഷ്ടമൃഗങ്ങളും പേയും ഭൂതങ്ങളും ഒക്കെയുണ്ട്. ഇതിനെയൊക്കെ കണ്ടുകൊണ്ടാണ് താൻ വിറച്ച് തിരിച്ചു വന്നതെന്ന് അറിയിക്കുന്നു. ഇവയൊക്കെ ജയിക്കാനുള്ള തിരുവരങ്ങൾ അങ്ങ് എനിക്ക് ഇപ്പോൾ നൽകുകയാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചുപോയി തൃത്താഴി ഒടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് എന്തൊക്കെ വരമാണ് വേണ്ടത് എന്ന് മഹാദേവൻ ദാരികനോട് ചോദിക്കുന്നു. തന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്നു എന്നറിഞ്ഞ ദാരികൻ ഓരോ വരങ്ങളായിട്ട് ചോദിച്ചു. കൊല്ലുവാനും ജീവിപ്പിക്കുവാനും തനിക്ക് സാധിക്കണം. ആകാശത്തും ഭൂമിയിലും വച്ച് താൻ മരിക്കരുത്. ആണായിട്ടുള്ള ആർക്കും തന്നെ കൊല്ലാൻ പറ്റരുത്. അഥവാ ആരെങ്കിലും തന്നെ വധിച്ചാൽ ഒരു തുള്ളി ചോര ഭൂമിയിൽ വീണാൽ അതിൽ നിന്നും 1000 ദാരികന്മാരുണ്ടാകണം. മണ്ണാനും കരപ്പനും വസൂരിയും വിതയ്ക്കാൻ തനിക്ക് സാധിക്കണം. പടവാളും പടപരിചയും മന്ത്രവാളും തനിക്ക് വേണം. അവസാനമായി ശക്തിമന്ത്രവും വരവുമായി തനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇതെല്ലാം മഹാദേവൻ ദാരികന് വരമായി കൊടുക്കുന്നു.